ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ലുക്കാണ് അതിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഞാൻ വലിയൊരു മേക്കപ്പ് അടിച്ചൊന്നുമല്ല, എന്നാലും എൻ്റേതായിട്ടൊരു രീതിക്കുള്ള മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡോണ്ട് മൈൻഡ് മൈ ടീഷർട്ട്, കാരണം ന്യൂ മോംസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, എല്ലാവരും ഈ പോലെയൊക്കെ തന്നെ ആയിരിക്കും ടീഷർട്ട്. പിന്നെ ഞാൻ എൻ്റെ ലിപ് ബാം ഇടുന്നത്, ഫേസ് വാഷ് ചെയ്തു കേട്ടോ, അതായത് ലിപ് ബാം ഇട്ടു. ഇത് അടിപൊളി ലിപ് ബാമാണ്, നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. നെക്സ്റ്റ് ഞാനൊരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ, അടിപൊളി ടോണറാണ്. ഫേസ് നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ മിനി സൈസാണ്, ഇതിൻ്റെ ലാർജ് സൈസും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതേ റേഞ്ചിലുള്ള തന്നെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്, റൈസ് വാട്ടർ റേഞ്ചിലെ മോയ്സ്ചറൈസറാണ്. സൂപ്പർ മോയ്സ്ചറൈസറാണ് കേട്ടോ. നമ്മുടെ ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിന്നിന് കുറച്ചുകൂടെ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ സ്കിൻ കെയറാണ് മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ പിന്നെ ഞാൻ നോക്കുന്നത് വെച്ചാൽ അപ്പുറത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഡോണ്ട് കെയർ. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പ്രൈമർ യൂസ് ചെയ്യുന്നത് അടിപൊളി പ്രൈമറാണ്. ഇത് നമ്മുടെ റെനയുടെ ബോളിവുഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു പ്രൈമറാണ്. നമ്മുടെ സ്കിന്നെ അങ്ങ് ബ്ലർ ഔട്ട് ചെയ്യും, അങ്ങനെ ഒരു ഫീൽ, നല്ല സ്മൂത്താക്കി, അങ്ങനെ ഒരു വെൽവെറ്റി ടെക്സ്ചറാണ് ഇതിട്ട ശേഷം. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രൈമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലോറിയൽ ഇൻഫാലിബിളിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും പറയില്ല ഗൈസ്, അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കൺസീലറാണ്. നമ്മുടെ ഫൗണ്ടേഷനൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും, അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു കൺസീലറാണ്. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ആയാലും ഡാർക്ക് സ്പോട്ട്സ് ആയാലും നന്നായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇത്. അതിനുശേഷം ഞാൻ ഇത് ഡാബ് ചെയ്യുന്നത് സ്പഞ്ചിൽ കുറച്ച് മേക്കപ്പ് ഫിക്സർ ഇട്ട ശേഷമാണ് ഡാബ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ഇട്ട ശേഷവും, അത് ഫൗണ്ടേഷനോ കൺസീലറോ എന്തിട്ടാലും നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് കാര്യം, അല്ലാതെ യൂസ് ചെയ്യുന്നതിലല്ല കാര്യം. എത്ര വലിയ ഫൗണ്ടേഷൻ, എത്ര പ്രൈസി ആയിട്ടുള്ള ഫൗണ്ടേഷൻ വാങ്ങിച്ചാലും കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യുന്നതിലാണ് കാര്യം. സോ നന്നായിട്ട് ഞാൻ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്ലീനായിട്ട് ഡാബ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കൺസീലർ നമ്മുടെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും. കണ്ടോ എന്തൊരു ഫ്രഷ് ലുക്കാണ് അല്ലേ ഇതിട്ടതിന് ശേഷം. ഒരു നല്ലൊരു കവറേജും കിട്ടിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം. ഓക്കെ, ഞാൻ എക്സ്പ്രഷൻ ഇട്ട് തള്ളുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു ബ്രഷ് വെച്ച് അതിൻ്റെ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൗഡർ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടീഷർട്ട് കണ്ടിട്ട് എനിക്കിവിടെ സഹിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു കോമ്പാക്ട് ഫൗണ്ടേഷൻ, അതായത് ഇതൊരു മെബിലിൻ്റെ ഒരു കോമ്പാക്ട് ഫൗണ്ടേഷനാണ്. ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു കവറേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കോമ്പാക്ട് ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്തത്. ഇതും സൂപ്പർ സാധനമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഡെയിലി ബേസിസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി, നല്ലൊരു കവറേജ് കിട്ടും. നമ്മൾ ബ്രഷൊക്കെ വയ്ക്കുവാണെങ്കിൽ, ബ്രഷ് വെച്ചാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മിനിമം കവറേജ് കിട്ടും. ഓക്കെ, സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പഞ്ച് കിട്ടുന്നുണ്ട്, അത് വെച്ചാണെങ്കിൽ കുറച്ചുകൂടെ കവറേജ് കിട്ടും. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ് മതിയെങ്കിൽ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. ഇതിൻ്റെ ടെക്നിക്കൊന്നും ഞാൻ പറയാൻ വലിയ ആളല്ല, എന്നാലും ഞാൻ പറയുന്നു, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാതെ ആ ഒരു മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം താഴോട്ട് വരച്ചു കൊടുക്കുക. പിന്നെ സ്പൂളിൽ വെച്ച് നന്നായിട്ട് നമ്മൾ നീറ്റാക്കി കൊടുക്കുക. പിന്നെ ഐ ഷാഡോയിൽ ഞാൻ വലിയൊരു സംഭവമൊന്നുമല്ല, ഐ ഷാഡോ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടും. ഒരു പീച്ചിഷ് പിങ്കിഷ് ടോണാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ നടുക്കൊരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഐ ഷാഡോ ഇടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള അവിടെ ഇടണം, കാരണം താഴെയും കൂടി ഇട്ടാൽ മാത്രമേ നമ്മുടെ കണ്ണൊന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഐ ഷാഡോ താഴെയും കൂടെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കണ്ണൊന്ന് എടുത്ത് നിൽക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചത്ത കണ്ണ് പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു കാജൽ ഇടുന്നുണ്ട്. പ്ലമ്മിൻ്റെ കാജൽ എന്ന് പറയുന്നത് അടിപൊളി കാജലാണ്, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും, നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു കാജലാണ്. ഒത്തിരി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തിറ്റാണ്. പിന്നെ നമ്മൾ ഐലൈനറായിട്ട് മെബിലിൻ്റെ ഒരു ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്, അതും ഞാൻ ഇട്ടിട്ട് വന്നു. എനിക്ക് കണ്ണാടി നോക്കി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ താരം ഇവിടെ എണീറ്റിരിക്കുകയാണ് ഗൈസ്. ഉറക്കി കിടത്തിയതാണ്, എന്നാലും ഒരു 5 മിനിറ്റ് പോലും ഉറങ്ങൂല, അതിനുള്ളിൽ എണീറ്റ് വരും. ഹായ്, അമ്മ എന്താണ് ഈ ചെയ്യുന്നതെന്നാണ് അവൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ലിപ്പ് ലൈനർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ ഇട്ടു. പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഇവിടെ ന്യൂഡ് ഷെയ്ഡാണ് ഇടാൻ യൂസ് ചെയ്യുന്നത്.
നടുക്കായിട്ടൊരു ന്യൂഡ് ഷെയ്ഡ് ഇട്ട് കൊടുത്തു. എനിക്ക് ഈ ഒരു കോംബോ ആണ് കേട്ടോ ഗൈസ് ഇഷ്ടം. അത്ര ഡാർക്കും അല്ല, അത്ര ലൈറ്റും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എനിക്കിഷ്ടം. നെക്സ്റ്റ് ഞാൻ മസ്കാര ഇട്ടു. ഞാൻ മസ്കാര ഇട്ടാൽ നിങ്ങൾ പേടിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പകുതി കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അതിന് ഉണ്ട കണ്ട് പുറത്തോട്ട് തള്ളി വരും. നെക്സ്റ്റ് ബ്ലഷ് അടിപൊളി ബ്ലഷാണ്, സൂപ്പർ ബ്ലഷാണ്, ഒന്നും പറയാനില്ല ഈ ബ്ലഷിനെ കുറിച്ച്. കാരണം വെറും 80 റുപ്പീസേ ഉള്ളൂ ഈ ബ്ലഷ്. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് ഒരു 800 റുപ്പീസിൻ്റെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷാണ്, ഒരു റാസ്ബെറി ഷെയ്ഡാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. നല്ലൊരു നാച്ചുറൽ ഫിനിഷാണ്. നമ്മൾ ബ്ലെൻഡ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. പിന്നെ പൊട്ടില്ല, അതിൽ പറ്റില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ലാസ്റ്റ് ഒരു ഫിനിഷിന് വേണ്ടി റോസ് പൗഡർ വെച്ച് ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലാക്മേയുടെ റോസ് പൗഡറാണ്. പാക്കേജിങ് വളരെ മോശമാണ്, എന്നാൽ പെർഫോമൻസ് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് എനിക്കിതിനെ ഇഷ്ടം. ജസ്റ്റ് കുറച്ചെടുത്ത് ഡാബ് ചെയ്ത് കളഞ്ഞ ശേഷം ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഓവറായിട്ട് തോന്നും നിങ്ങൾക്ക്, പക്ഷേ ഞാൻ വേറെ ആ ഒരു ബ്രഷ് വെച്ച് എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത്. ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പം നാച്ചുറലായിട്ട് വന്നോളും. അതില്ലേ, നല്ല നാച്ചുറൽ ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലാക്മേയുടെ റോസ് പൗഡർ അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പാക്ട് ഫൗണ്ടേഷൻ പോലെ തന്നെ ജസ്റ്റ് എവറിഡേ മേക്കപ്പിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പൗഡറാണത്. നല്ലൊരു പിങ്കി അങ്ങനെ ഒരു ഫ്ലഷി സ്കിന്ന് കിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത ശേഷം. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് വളരെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഔട്ട്ഫിറ്റാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായ പ്രിട്ടി പിങ്കിന്ന് ഞാൻ മേടിച്ചതാണ്. വാവ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്, അത്രയ്ക്ക് ഇഷ്ടമായി. ഈ ഒരു കളറായാലും വർക്കായാലും അടിപൊളി വർക്കാണ് കേട്ടോ. ഡീറ്റെയിൽഡ് വർക്കാണ് അവർ ചെയ്തേക്കുന്നത്. സ്ലീവ്സ് ആയാലും ഫുൾ സ്ലീവ്സാണ്. പിന്നെ ഞാൻ ഹെയർ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ മറന്നുപോയി. അത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മേക്കപ്പ് ഫിക്സർ അടിച്ചിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയി ഫിനിഷാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് ഫിക്സർ തരുന്നത്. സൂപ്പർ സാധനമാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെയറിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ നമ്മുടെ ബയോളേജിൻ്റെ ഹെയർ സെറം യൂസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് തലേ ദിവസം ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യുന്നില്ല. ഹെയർ ഓക്കെയാണ്. പിന്നെ എനിക്ക് വലിയ ഹെയർ സ്റ്റൈലിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഹെയർ സ്റ്റൈലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹൈലൈറ്റർ ഇടാൻ മറന്നുപോയായിരുന്നു. ഹൈലൈറ്റർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മുടെ ഇൻസൈറ്റിൻ്റെ തന്നെ സെയിം ഒന്നും പറയില്ല, അടിപൊളി ഹൈലൈറ്ററാണ്. ഇതും ബിലോ 80 റുപ്പീസാണ്. അടിപൊളി ഹൈലൈറ്ററാണ്, നല്ല നാച്ചുറൽ ഫിനിഷാണ്, ചങ്കി പാർട്ടിക്കിൾസ് ഒന്നുമില്ല, അത്രയ്ക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ലുക്ക്. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.